സന്നിധാനത്ത് നിന്ന് ഒരു കുറ്റകൃത്യ വാർത്ത വരികയാണ്. സന്നിധാനത്ത് ATM കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടന്നു. ചെന്നൈ SI വടിവേലിന്റെ ATM കാർഡ് ഉപയോഗിച്ചാണ് പണം കവർന്നെടുത്തത്. ദേവസ്വം ബോർഡിന്റെ താൽക്കാലിക ജീവനക്കാരൻ ജിഷ്ണു സജികുമാർ പിടിയിലായി. 10,000 രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. സന്നിധാനത്തെ നടപ്പന്തലിന് സമീപത്തെ ധനലക്ഷ്മി ബാങ്കിന്റെ ഈ കാണുന്ന ATMലാണ് തട്ടിപ്പ് നടന്നത്. തട്ടിപ്പുകാരൻ കഴിഞ്ഞ ദിവസമാണ് തട്ടിയെടുത്ത ATM കാർഡുമായി ഇവിടേക്ക് എത്തിയത്. 10,000 രൂപ പിൻവലിച്ചതോടെ ചെന്നൈയിലെ SI വടിവേലിന് മെസ്സേജ് എത്തി. വടിവേൽ ഉടൻ തന്നെ ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടു. ഒടുവിൽ ധനലക്ഷ്മി ബാങ്കാണ് വിജിലൻസിന് പരാതി കൈമാറിയത്. ഏറ്റവും ഒടുവിൽ നിർണായകമായത് ATMിനുള്ള ഈ CCTVയും പുറത്തുള്ള CCTVയുമാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. തമിഴ്നാട് ചെന്നൈയിൽ നിന്നുള്ള SI വടിവേൽ കഴിഞ്ഞ ദിവസമാണ് സന്നിധാനത്തേക്ക് എത്തിയത്. അയ്യപ്പ ദർശനം കഴിഞ്ഞ് അപ്പവും അരവണയും വാങ്ങാൻ ഈ കാണുന്ന കൗണ്ടറിലേക്ക് എത്തി. കാർഡ് വഴിയാണ് കൗണ്ടറിൽ നിന്ന് അപ്പവും അരവണയും വാങ്ങിയ ശേഷം പണമടച്ചത്. പണമടയ്ക്കാൻ വേണ്ടി ATM കാർഡ് കൗണ്ടറിലുണ്ടായിരുന്ന ജീവനക്കാരനെ കൈവശം ഏൽപ്പിച്ചു. ജീവനക്കാരന് പിൻ നമ്പർ പറഞ്ഞു കൊടുത്തു. പിൻ നമ്പർ മനസ്സിലാക്കിയതോടെ കൗണ്ടറിലുള്ള ജീവനക്കാരൻ മടക്കി നൽകിയത് മറ്റൊരു ATM കാർഡായിരുന്നു. അങ്ങനെ കൈക്കലാക്കിയ ATM കാർഡുമായാണ് സന്നിധാനത്തെ ധനലക്ഷ്മി ബാങ്കിന്റെ ATMിലേക്ക് പ്രതി ജിഷ്ണു പോകുന്നത്. അന്വേഷണത്തിനൊടുവിൽ മാവേലിക്കര സ്വദേശി ജിഷ്ണു സജികുമാർ പിടിയിലായി. ഈ വാർത്ത പുറത്തു വന്നതോടെ SI വടിവേലിനുണ്ടായ അതേ ആശങ്കയും ആശ്ചര്യവുമാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. സന്നിധാനത്തും ഇത്തരം തട്ടിപ്പോ എന്ന ചോദ്യമാണ് എല്ലാവരും ആവർത്തിക്കുന്നത്. MS സുഹിത്തിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.